കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ്, എൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ, യാക്കോബിൻ്റെ മകനായ യൂദാസ്, ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നവരാണ്. അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ വന്ന് നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം കാത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗവും ആദ്യ വായനയും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചില ഉപദേശങ്ങൾ നമുക്ക് തരികയാണ്. പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില ഉപദേശങ്ങൾ. നമുക്കറിയാം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഏത് കുടുംബത്തിൽ നമ്മൾ ചോദിക്കില്ല, ഏത് കുടുംബത്തിലാണ് പ്രശ്നമില്ലാത്തത്? എല്ലാ കുടുംബങ്ങളിലും വ്യത്യസ്ത വൈകാരികതയും സ്വഭാവത്തിൻ്റെ സവിശേഷതകളുള്ളവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഒക്കെ എല്ലാ കുടുംബങ്ങളിലുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ പൗലോസ്ലീഹ പറയാണ്, നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചും നമ്മളൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചും ഡയലോഗിലൂടെയൊക്കെയാണ് പരിഹരിക്കേണ്ടത്. അതിനു പകരം അത് വിജാതീയൻ്റെ കോടതിയിലെത്തുന്ന രീതിയിലാകരുതെന്നാണ് പറയുന്നത്. പല കുടുംബ പ്രശ്നങ്ങളും ഇന്ന് കോടതി മുറികളിലാണ് പരിഹരിക്കപ്പെടുന്നത്. അമ്മയും മകനും തമ്മിലുള്ള, അപ്പം മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ, അപ്പോൾ അമ്മയുടെ പേരിലാണ് എല്ലാം കിടക്കുന്നത്. അവന് കുടിക്കാനും അവൻ്റെ രീതിയിലൊക്കെ ചെലവഴിക്കാനും അവന് വീതം മുഴുവനും അമ്മ ജീവിച്ചിരിക്കെ തന്നെ അവന് എഴുതി കിട്ടണം. അപ്പം അമ്മയുടെ മറ്റാരുടെ ഉപദേശം കൊണ്ട് എല്ലാം അവനിപ്പോൾ എഴുതി കൊടുക്കണ്ട, കുറച്ചെങ്കിലും അമ്മയുടെ പേരിലൊക്കെ കുറച്ച് ഭാഗം അവന് കൊടുത്താൽ മതി, ബാക്കി അമ്മയുടെ കാലശേഷം എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറഞ്ഞു. അവനത് പറ്റില്ല, കാരണം അവന് മുഴുവനും കിട്ടണമെന്നാണ് അവൻ പറയുന്നത്. അതിൻ്റെ പേരിൽ അമ്മയ്ക്കെതിരെ കയ്യോക്കി അടിക്കുകയും വാക്കത്തി എടുക്കുകയും ബഹളമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അവസാനം അത് നാട്ടുകാർ കൂടി പോലീസ് കേസായി അവസാനം കോടതി മുറിയിലെത്തിയത്. കുടുംബത്തിൽ അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം ഇന്ന് പരിഹരിക്കപ്പെടുന്നത് വിജാതീയ കോടതിയിലാണ്. കർത്താവിനോടൊരു ബന്ധം പോലും ഇല്ലാത്ത, വിശ്വാസം പോലും ഇല്ലാത്ത അവിശ്വാസികളാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുന്ന അവസ്ഥയെത്തി നിൽക്കുന്നത്. അതുതന്നെയാണ് ഇന്ന് സഭയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ വളരെ ശക്തമായിട്ട് പൗലോസ്ലീഹ എഴുതി, നമ്മുടെ സഭയിൽ പ്രശ്നങ്ങളുണ്ടോ? ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പരിഹരിക്കപ്പെടേണ്ട പല പ്രശ്നങ്ങളും ഇന്ന് പോലീസും പട്ടാളവും കോടതി മുറിയുടെ നടുവിലാണ് പരിഹാര വിഷയമായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണവും പൗലോസ്ലീഹ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ദ്രോഹം ക്ഷമിച്ചുകൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് വഞ്ചന സഹിച്ചുകൂടാ? നമ്മുടെ കുടുംബത്തിൽ നിന്നും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്നില്ല എന്നാ പൗലോസ്ലീഹ ചോദിക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരായിട്ട് മാറും? കാരണം എന്താ, മാലാഖമാരെ പോലും വിധിക്കുവാനുള്ള ഒരു അധികാരം നമുക്ക് തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു വിജാതീയ കോടതി മുറിയിലാണ് പരിഹരിക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നെങ്കിൽ പിന്നെ എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ് ചോദിക്കുന്നത്. ഇന്ന് കുടുംബങ്ങളിലും സഭയിലൊക്കെയുള്ള
ഒത്തിരി പ്രശ്നങ്ങൾ എത്തി നിൽക്കുന്നത് വിജാതീയ കോടതിയിലാണ് എന്നുള്ളത് വളരെ വേദനാജനകമായ അവസ്ഥയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, യേശു ഒരു അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കേണ്ടതിന് മുമ്പ് യേശു പിതാവിൻ്റെ സന്നിധിയിൽ രാത്രികാലം മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് ഒരു രാത്രികാലം മുഴുവനും ദൈവത്തോട് ആലോചന നടത്തി. എങ്ങനെ തിരഞ്ഞെടുക്കണം? അങ്ങനെ ആലോചന നടത്തി, തെരഞ്ഞെടുപ്പ് നടത്തി. അതിനകത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഉണ്ടായിരുന്നു, ചുംബനം കൊണ്ട് വഞ്ചിച്ച യൂദാസ് ഉണ്ടായിരുന്നു. കർത്താവ് അവരെയൊക്കെ ക്ഷമിച്ചും അവരെയൊക്കെ സഹിച്ചും അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവസാനം വരെ പോയില്ലേ? ഇത്രയും പ്രാർത്ഥനയിൽ തീരുമാനമെടുത്ത് അപ്പസ്തോലന്മാരെ 12 പേരെ തെരഞ്ഞെടുത്തിട്ട് അതിൽ കർത്താവിന് ഉപേക്ഷിച്ച് പോയവരും തള്ളിപ്പറഞ്ഞവരും ചുംബനം കൊണ്ട് വഞ്ചിച്ചവരൊക്കെ ഇല്ലേ? പൗലോസിൽ ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് നിനക്ക് അപരൻ്റെ ദ്രോഹം ക്ഷമിച്ചുകൂടാ? നിന്റെ കുടുംബാംഗത്തെ, നിന്റെ അപ്പൻ്റെ, നിന്റെ അമ്മയുടെ, നിന്റെ ജീവിത പങ്കാളിയുടെ, നിന്റെ മക്കളുടെ കുടുംബത്തിൽ തന്നെയുള്ളവരുടെ ദ്രോഹങ്ങൾ, അവരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ, വ്യത്യസ്തതകൾ എന്തുകൊണ്ട് നിനക്ക് ക്ഷമിച്ചുകൂടാ? അവരുടെ വഞ്ചനാത്മകമായ ചില പ്രവർത്തികൾ എന്തുകൊണ്ട് നിനക്ക് സഹിച്ചുകൂടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് സഹനശക്തിയും ക്ഷമിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ബലവും കരുത്തും ഇല്ലാത്തതാണ് എല്ലാറ്റിൻ്റെയും പ്രശ്നം നിൽക്കുന്നത്. അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒന്ന് പ്രാർത്ഥനയിൽ ആ വിഷയത്തെ എടുത്ത് നമ്മൾ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് ആ വിഷയത്തിൽ എങ്ങനെ ഏറ്റവും കംഫർട്ടബിളായിട്ട് പരിഹരിക്കാമെന്നുള്ളതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് സാധ്യമാകുന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. ഈ സഹനശക്തി ഇല്ലാതെയൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ ക്ഷമിക്കാനുള്ള ധൈര്യവും കരുത്വമൊന്നും ഇല്ലാതെ ഒത്തിരി നമ്മുടെ കുടുംബ പ്രശ്നങ്ങളൊന്നും പലതും പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ നമുക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന സാധനമല്ല ഈ സഹനശക്തി എന്ന് പറയുന്നത്. ഏതെങ്കിലും കടയിൽ ചെന്ന് മേടിക്കാൻ പറ്റുന്ന ഐറ്റം അല്ല സഹനശക്തി. മറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന കരുത്താണ്, ധൈര്യമാണ് സഹനശക്തി. പരിശുദ്ധാത്മാവ് ഒരുവരിൽ പ്രവർത്തിക്കുമ്പോൾ, ആത്മാവിൻ്റെ പ്രവർത്തനം നിരതമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവ് പ്രവർത്തന നിരതമായിരിക്കുമ്പോൾ അവനിൽ വെളിപ്പെടുന്ന ഒരു അനോയിൻറ്റിംഗ് ആണ്, അഭിഷേകമാണ് സഹിക്കാനുള്ള ശക്തി. അതാണ് അപ്പസ്തോലന്മാരിൽ നിറഞ്ഞത്. അവർ മരണം വരെ, മരണത്തിൻ്റെ ഇങ്ങനെ നിഴൽ വീണ അനുഭവങ്ങളിലും ക്രൂശിക്കപ്പെട്ടപ്പോഴും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവർ യേശുവിനെ പ്രതി അതെല്ലാം സഹിക്കാൻ പറ്റിയത് പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞു നിന്നുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു അഭിഷേകമാണ് സഹിക്കാനുള്ള ശക്തി. ഈ പരിശുദ്ധാത്മാവിന് പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് എന്താ? കുടുംബത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും സഹിക്കാൻ പറ്റുന്നില്ല. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ പറ്റാത്ത രീതിയിൽ അതൊക്കെ പെരുപ്പിച്ചും അതിൻ്റെ മീതെ അസ്വസ്ഥരായും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൂടുതൽ വഷളായി ആ ബന്ധം തകരുന്ന രീതിയിലേക്ക് പോലും നമ്മുടെ ചെറിയ കുടുംബ പ്രശ്നങ്ങളിൽ എത്തി നിൽക്കുക. അതിന് അടിസ്ഥാന കാരണം എന്താ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തതാണ്. യേശു എന്താ ചെയ്ത്? യേശു പ്രാർത്ഥനയിലെടുത്തു ഈ വിഷയത്തെ, ദൈവകരങ്ങളിലേക്ക് കൊടുത്തു. അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായി. തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നവർ, അവർ മൂലം വേദന ഉണ്ടായിട്ടും അവർ മൂലം സഹനം ഉണ്ടായിട്ടും യേശു അത് ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്തെ ക്ഷമിക്കാൻ പറ്റുള്ളൂ, സഹിക്കാൻ പറ്റുള്ളൂ. ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭയിലും സമൂഹങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് സർവ്വസാധാരണമാണ്. അതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല. പക്ഷേ അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് സഭ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തക്ക വിധത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയരായി ക്ഷമിക്കാനും സഹിക്കാനുള്ള ഒരു അഭിഷേകത്തിനായി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.